ഹലോ ഗൈസ്, അപ്പം നമുക്കിന്നൊരു കോഴിക്കോടൻ വ്ലോഗ് ആയാലോ. ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ട്രിപ്പ്, ബട്ട് നമ്മളിതൊരു ട്രിപ്പ് ആക്കാനാണ് പ്ലാൻ. നാളെയാണ് CTET എക്സാം. അപ്പം അതിനുവേണ്ടി ഞങ്ങൾ തലേന്നേ പോവുകയാണ്. അങ്ങനെ വന്ദേ ഭാരത് വന്നു, ബട്ട് ഞാൻ പോകുന്നത് വന്ദേ ഭാരതിനൊന്നുമല്ല. അതിനിടയിൽ ഹെൽമെറ്റ് ഇട്ട് ഇറങ്ങിയ എൻ്റെ വണ്ടി ഇവിടെ പോയി എന്ന് ചോദ്യം വേണ്ട. എന്നെ ജസ്റ്റ് ഏട്ടൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയതിനു ശേഷം തിരിച്ചു പോയതാണ്. പിന്നെ ട്രെയിനിൽ നല്ല തിരക്കായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു 5:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കോഴിക്കോട് എത്തിയപ്പാട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാനൊരു ബൂസ്റ്റും ഇവർ രണ്ടുപേരും ലൈം ജ്യൂസാണ് ഓർഡർ ചെയ്തത്. എൻ്റെ ബൂസ്റ്റ് സൂപ്പർ ആയിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ബട്ട് അവരുടെ ലൈം ഫുൾ ഫ്ലോപ്പ് ആയിരുന്നു ഗൈസ്. പിന്നെ ഞാൻ പരിപ്പുവട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ എൻ്റെ ബൂസ്റ്റ് ഇതാ ഇവള് കൊണ്ടുപോയി ഗൈസ്. SM സ്ട്രീറ്റിൻ്റെ മുന്നിൽ നിന്ന് SM സ്ട്രീറ്റിലേക്കുള്ള വഴി മാപ്പിട്ട പൊട്ടന്മാരായ നല്ല കുട്ടികളാണ് ഗൈസ് ഞങ്ങൾ. അങ്ങനെ നമുക്കിനി കുറച്ച് ഊരുതണ്ടലൊക്കെ ആവാം. പൈസയുടെ അഭാവം മൂലം ഞങ്ങൾ അവിടെ നിന്ന് ഒന്നും തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ടൈം ക്ലാസ്സിൽ എല്ലാവരെയും കൂട്ടി കോഴിക്കോടേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം. ആ സമയം നമുക്കെല്ലാം വാങ്ങിക്കാമെന്നുള്ള ഒരു ധാരണ വരുത്തിയിട്ടാണ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് നടന്ന് നീങ്ങിയത്. ഈ കണ്ണട എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ആക്ച്വലി ഞാൻ അവിടെ നിന്ന് 50 രൂപയ്ക്ക് ഒരു കണ്ണട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് അത് ഇതല്ലാന്ന് മാത്രം. അതിനിടയ്ക്ക് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, പ്രൈസ് ടാഗ് എൻ്റെ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ഞാനത് കണ്ണടയ്ക്കിടക്ക് തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവളിട്ട കണ്ണട എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, ബട്ട് ഞങ്ങളത് വാങ്ങിച്ചില്ല. പിന്നെ ഞങ്ങൾ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ട്രെൻഡി ആയിട്ടുള്ള കുറേ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ റൂമിൽ വന്നിട്ട് ഞങ്ങളുടെ ലഗേജ് ഒക്കെ അവിടെ വെച്ചു. വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നല്ല വിശപ്പായിരുന്നു. അതിനിടയിൽ നമ്മുടെ ക്ലാസ്സിന് എക്സാമിന് അപ്ലൈ ചെയ്യാത്തവരെ ഞങ്ങൾ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ കോഴിക്കോട് അടിച്ച് പൊളിക്കുവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളെല്ലാവരും വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറോട്ട ആൻഡ് ബട്ടർ ചിക്കൻ ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നായിരുന്നു ഞങ്ങൾക്കൊരു ചിന്ത വന്നത്, കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട് ബീച്ച് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഉപ്പിലിട്ട ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു, ബട്ട് ഞങ്ങളൊന്നും തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ എക്സാമിൻ്റെ റിപ്പോർട്ടിംഗ് ടൈം മോർണിംഗ് 7:30 ആണ്. കോഴിക്കോട് ടൗണൊന്നും ഞങ്ങൾക്ക് മോർണിംഗ് കുറച്ച് പോകാനുണ്ട്. 12 o'clock വരെയാണ് എക്സാം. അതുകൊണ്ട് ബാക്കി ടൈം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും കൂടെ ബീച്ചിൽ വന്നിട്ട് എൻജോയ് ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ എന്തോ കബഡി കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം തിരിച്ച് പോവുകയാണ്. പോയിട്ട് വേണം ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് CTET എക്സാം എഴുതുന്നത് തന്നെ. ആക്ച്വലി ഞങ്ങൾ 3 ആളും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ട്രെയിൻ കയറുന്നവരെ ഡൗട്ടായിരുന്നു, എക്സാം എഴുതാൻ പോണോ വേണ്ടയോ എന്ന്. എന്തായാലും അപ്ലൈ ചെയ്ത് പോയി. സോ എന്തായാലും എക്സാം എഴുതാം എന്ന് വെച്ചാണ് ഞങ്ങൾ കോഴിക്കോടേക്ക് വണ്ടി കയറിയത്. അപ്പം ഞങ്ങളിനി റൂമിൽ പോയിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് വായിച്ച് നോക്കട്ടെ. പഠിത്തമൊക്കെ നടക്കുമോന്നും അറിയില്ല, എന്നാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുകയാണ്. അപ്പം ബൈ ഗൈസ്.